നമസ്കാരം. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2017 ആണ്ട് വിഷുഫലമായി പറയുന്ന കാര്യങ്ങളിൽ പൊതുവെ സാമ്പത്തികമായിട്ടുള്ള അനിശ്ചിതാവസ്ഥകളെല്ലാം പരിഹരിച്ച് ക്രമാനുഗതമായ പുരോഗതി കൈവന്ന് ജൂലൈ മാസത്തോ മുതൽ സാമ്പത്തികമായിട്ടുള്ള നീക്കിയിരുപ്പ് ഉണ്ടാകുവാനും തന്മൂലം പുതിയ കർമ്മ പദ്ധതികൾക്ക് പണം മുതൽ മുടക്കുവാനും തയ്യാറാകും. ഒരുപക്ഷെ ബന്ധുവിൻ്റെ രക്ഷാകർതൃത്വം ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. നിർത്തിവെച്ച ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുവാനും ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുവാനും യോഗം കാണുന്നുണ്ട്. സുഹൃത്തിന് സാമ്പത്തിക സഹായം നൽകേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. പഠിച്ച വിദ്യയോടനുബന്ധമായ ഉദ്യോഗത്തിന് നിയമന അനുമതി ലഭിക്കും. മേലധികാരി മറ്റൊരു ഉദ്യോഗം ലഭിച്ചു പോയതിനാൽ മേലധികാരി സ്ഥാനം ലഭിക്കും. വ്യവസ്ഥകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്നത് വഴി സൽകീർത്തി, സജ്ജനപ്രീതി, പ്രതാപം, ഐശ്വര്യം എന്നിവ ഉണ്ടായിത്തീരും. രക്തദൂഷ്യ നീർദോഷ രോഗപീഠകളെ കണ്ടു അസ്വാസ്ഥ്യം അനുഭവപ്പെടുമെങ്കിലും നിസ്സാര ചികിത്സകളെ കൊണ്ടും പ്രകൃതിദത്തമായിട്ടുള്ള ഔഷധ രീതികളെ കൊണ്ടും ഭക്ഷണ ക്രമീകരണങ്ങളെ കൊണ്ടും രോഗവിമുക്തി വരുവാനുള്ള യോഗം കാണുന്നുണ്ട്. മക്കൾക്ക് സാമ്പത്തിക വിഷയത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കലാകായിക മത്സരങ്ങളിൽ അനുകൂലമായ വിജയം കൈവരിക്കും. പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അനുകൂലമായിട്ടുള്ള ഫലം വന്നു ചേരും. സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. ആഗ്രഹിക്കുന്ന വിദേശയാത്രയ്ക്ക് അനുകൂലമായ അനുമതി ലഭിക്കും. പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾക്ക് അവസരമുണ്ടാകും. വാഹനം മാറ്റി വാങ്ങുവാനുള്ള സാധ്യത കാണുന്നു. സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കുന്നത് വഴി വ്യാപാര വിപണന വിതരണ മേഖലകളിൽ പ്രതീക്ഷിച്ചതിലുപരി പുരോഗതിയും സാമ്പത്തികമായിട്ടുള്ള നേട്ടവും ഉണ്ടാകും. പുതിയ ഭരണ സംവിധാനം അവലംബിച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണ ഫലപ്രാപ്തി നേടുവാനുള്ള സാധ്യത കൂടി അത്തം നക്ഷത്രക്കാർക്ക് ഈ വാരത്തിൽ വന്നു ചേരുവാൻ യോഗമുണ്ട്. അത്തം നക്ഷത്രക്കാർക്ക് ഈ 2017 ആണ്ട് വിഷുഫലം അനുകൂലമായിട്ടുള്ള ഫലങ്ങളാണ് ഏറെക്കുറെ പറയുന്നത്. നമസ്കാരം.